OBOC അല്ലെങ്കിൽ ദിയ കൃഷ്ണ, നടനും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനുമായിട്ടുള്ള കൃഷ്ണകുമാറിന്റെ മകളാണ് ദിയ കൃഷ്ണ. അവരും അതുപോലെ തന്നെ അവരുടെ ഒരു സ്ഥാപനത്തിന്റെ ജീവനക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പൊ ചർച്ചാ വിഷയമായിട്ടുള്ളത്. അതിന്റെ വിശകലനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം. ഇതിനകത്ത് 2 ഭാഗങ്ങളായിട്ടാണ് ഇതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്നത്. ഒന്ന് ദിയ കൃഷ്ണയുടെയും അതുപോലെ തന്നെ കൃഷ്ണകുമാർ ആ ഫാമിലിയുടെ ഒരു വിശദീകരണവും, അതുപോലെ തന്നെ ദിയ കൃഷ്ണ ആദ്യമായിട്ട് ഒരു സ്റ്റോറി ഇടുന്നു. അവർക്ക് പറ്റിയ ഒരു സ്കാം അല്ലെങ്കിൽ അവർക്ക് ഒരു സംശയം തോന്നി ഒരു സ്റ്റോറിയാണ് ആദ്യം ഇവർ പോസ്റ്റ് ചെയ്യുന്നത്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം വഴി, ഇവരുടെയൊക്കെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് OBOC എന്ന് പറയുന്നത്. ആ സ്ഥാപനം വഴി അല്ലെങ്കിൽ ആ ഒരു പേജ് വഴി നിങ്ങൾ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ പർച്ചേസുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഏത് ഗൂഗിൾ പേയിലോട്ടാണ് നിങ്ങൾ പൈസ അയച്ചു കൊടുത്തിട്ടുള്ളത്, അതല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് വഴിയാണോ, അതല്ലെങ്കിൽ വേറെ ഈ സ്ഥാപനത്തിൽ നിൽക്കുന്ന ജീവനക്കാരുടെ അക്കൗണ്ട് വഴിയാണോ, എങ്ങനെയാണ് നിങ്ങളുടെ പേയ്മെന്റുകൾ നടത്തിയിട്ടുള്ളത്, ആരുടെ കയ്യിലോട്ടാണ് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുള്ളത്, അതല്ല എൻ്റെ അല്ലാത്ത വേറെ ഏതെങ്കിലും അക്കൗണ്ടുകളിലോട്ട് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറിയാണ് ആദ്യം തന്നെ ദിയ കൃഷ്ണ ഷെയർ ചെയ്യുന്നത്. അതുവഴി കുറേ പേര് ഇവരുടെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ഥിരം ഇവരുടെ ഈ ഒരു പ്രൊഡക്റ്റുകളെല്ലാം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇവരെ കോണ്ടാക്ട് ചെയ്യാണ് നിരന്തരം. ഇവർക്ക് ആ അയച്ചു കൊടുത്ത ഇവരുടെ സ്റ്റാഫുകളുടെ പേരിലോട്ട് അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ട് ദിയ കൃഷ്ണയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. ഈ പറയുന്ന കൃഷ്ണകുമാറിന് 4 മക്കളാണെന്ന് അറിയാമല്ലോ. അതിനകത്ത് 3ാമത്തെ മകളായിട്ടുള്ള ഇഷാനിയുടെ കൂട്ടുകാരി ഈ പറയുന്ന പേജിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ്. പർച്ചേസ് ചെയ്യുന്ന വഴി ഈ പറയുന്ന കൂട്ടുകാരിയാണെന്ന് ഈ പറയുന്ന സ്റ്റാഫുകൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഈ സ്റ്റാഫുകൾ നേരെ ഇവർ ചെയ്യുന്ന രീതി അനുസരിച്ച് തന്നെ ഇവരുടെ QR കോഡ് കൊടുക്കുകയാണ് സ്കാൻ ചെയ്യാൻ വേണ്ടി. അപ്പം OCയുടെ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവർ സ്റ്റാഫുകളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ OCയുടെ QR കോഡ് എന്തോ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ ധരിപ്പിച്ച് വിടുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം ഇവർ വ്യക്തിബന്ധം ഉള്ളതുകൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഈ ഒരു വിഷയം അവർ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പറയുന്ന ദിയ കൃഷ്ണയ്ക്ക് ഇതിനകത്തൊരു സംശയം വരുന്നത്. എന്തുകൊണ്ട് ആ ഒരു പേയ്മെന്റ് വൈകുന്നേരമായിട്ടും എനിക്ക് അയച്ചു തന്നില്ല, ഇതുപോലെ ഇനി വേറെ ആരുടെ അടുത്ത് ചെയ്യുന്നുണ്ടാവോ എന്നൊക്കെ ഒരു സംശയം വന്നതിലൂടെയാണ് ഈ സ്റ്റോറി തന്നെ ദിയ കൃഷ്ണ പോസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇതുപോലെ വിവാദപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലോട്ട് പോകുന്നത്. ദിയ കൃഷ്ണ കണ്ടുപിടിക്കുകയാണ് ഏകദേശം 69 ലക്ഷം രൂപയുടെ സ്കാം ഈ 3 പേരും തമ്മിൽ നടത്തിയിട്ടുണ്ട്. 3 പേരും കൂടിയാണ് ഈ സ്കാം നടത്തിയിട്ടുള്ളത്. ഏകദേശം 69 ലക്ഷം രൂപയാണ് ഇതിൽ വഴി ഇവർ തട്ടിയെടുത്തിട്ടുള്ളത്. അതായത് ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ഇവർ 3 പേരും ജോലി ചെയ്യുന്നു. എന്നാൽ ഈ സ്ഥാപനത്തിലുള്ള പ്രൊഡക്ട്സ് ഒന്നും വിൽക്കുന്നത് ദിയ കൃഷ്ണയുടെ QR കോഡ് ഉപയോഗിച്ചിട്ടല്ല, ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവർ പേയ്മെന്റ് എല്ലാം കളക്ട് ചെയ്യുന്നത്. അതായത് ഇവിടെയുള്ള സ്റ്റോക്കുകളൊക്കെ എടുത്ത് വിൽക്കുക, അതല്ലെങ്കിൽ റീസെല്ല് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദിയ കൃഷ്ണ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയുന്നില്ല. ഈ ഒരു സമയത്ത് ദിയ കൃഷ്ണ ഗർഭിണിയൊക്കെ ആയിട്ടിരിക്കുകയാണ്, കല്യാണം കഴിഞ്ഞു ഗർഭിണിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാതെ എല്ലാ സംഭവങ്ങളും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് നിരന്തരമായിട്ട് ഇവർക്ക് പോകാനോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളോ കാണാനോ ഇവർക്ക് പറ്റുന്നില്ല. കാര്യം ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ പോലും ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ കാണിക്കുമ്പോഴും ഇവർ കണ്ടുപിടിച്ചാൽ അത് സാരമില്ല പോട്ടെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത്രയും വലിയ തട്ടിപ്പ് ഉണ്ടെന്നുള്ള രീതിയിൽ ഇവർ ചിന്തിച്ച് പോലും കാണത്തുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ 1 വർഷത്തോളം നിന്ന ഈ ഒരു സ്റ്റാഫിനെ ദിയയ്ക്ക് അത്രയ്ക്കും വിശ്വാസമായിരിക്കാം. ദിയയുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ പോയിട്ട് വെരിഫൈ ചെയ്യണം. ഓരോ ഓരോ കച്ചവടം നടത്തുമ്പോഴും ഒരു ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തായിക്കോട്ടെ അവിടെ നടത്തുന്ന ഓരോ സ്റ്റോക്ക് വരുന്നതും അതുപോലെ സ്റ്റോക്ക് എത്രമാത്രം ഇവിടെ നിന്ന് പോകുന്നുണ്ടെന്നും എല്ലാം നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു തെറ്റ് ദിയയുടെ ഭാഗത്തുമുണ്ട്. അവർ പറയുന്ന അതിനുള്ള എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, ഗർഭിണിയായതിനെ തുടർന്ന് ഷർദലും കാര്യങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ടാണ് ആ സ്ഥാപനത്തിലോട്ട് പോകാത്തത് എന്നും പറഞ്ഞാൽ അത് വലിയൊരു തെറ്റൊന്നുമല്ല. അവർക്ക് പോകാൻ പറ്റാത്ത ഒരു സമയത്ത് അല്ലെങ്കിൽ അവർ ആ ഒരു അവസ്ഥയിൽ ഈ സിക്ക് ടൈമിലായ ആ ഒരു സ്ഥാപനം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പൈസ കൊടുത്ത് 3 സ്റ്റാഫിനെ വെച്ചിട്ടുള്ളത്. ആ പേരും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർക്ക് അവിടെ ചെല്ലാൻ പറ്റുന്നില്ല, ഓണർക്ക് അവിടെ ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സ്ഥാപനത്തിലെ ആ ഓണറെ കബളിപ്പിക്കാനുള്ള ഒരു അവകാശമൊന്നും ഇവിടുത്തെ ഭരണഘടനയിൽ ഇല്ല. പക്ഷെ അവർ പറയുന്ന ഈ സ്ഥാപനത്തിലിട്ട് OC ചെല്ലാറേ ഇല്ല, അവിടെയിട്ട് ഒന്നും തിരിഞ്ഞു പോലും നോക്കാറില്ല, ഞങ്ങളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. അതൊന്നും ഒരു തട്ടുപൊട്ട് ന്യായങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ ചെന്നാലും ചെന്നില്ലെങ്കിൽ എന്തായാലും സ്റ്റോക്കുകളൊക്കെ എത്തിക്കാണ്ട് അവിടെ ഒരു കച്ചവടം നടത്താൻ പറ്റത്തില്ലല്ലോ, അവരുടെ സ്ഥാപനമാണത്. അപ്പോൾ നമ്മളൊരു ജോലിക്കാരായിട്ട് അവിടെ നിൽക്കുമ്പോൾ വളരെ സത്യസന്ധമായിട്ട് ഇങ്ങനെ ഒരു പേരുദോഷം കേൾപ്പിക്കാതെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുണ്ട്. അതും മാത്രമല്ല, ഇവർ പറയുന്ന ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ്. റീച്ചിന് വേണ്ടി ദിയ കൃഷ്ണയ്ക്ക് ഈ ഒരു കോമാളിത്തരത്തിന് കൂട്ടുകണം, അല്ലെങ്കിൽ ഇത്രയും വലിയ സ്കാം പുറത്തോട്ട് കൊണ്ടുവരണം എന്നും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാണം കെടുത്തണം, അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓൾറെഡി അവരെല്ലാവരുടെ അക്കൗണ്ട് എനിക്ക് തോന്നുന്നു അവരൊക്കെ 5 പേർക്ക് ആ വീട്ടിൽ എല്ലാവർക്കും തന്നെ യൂട്യൂബ് ചാനലുണ്ട്, അതുപോലെ തന്നെ
ഇൻസ്റ്റാഗ്രാമിലുള്ള പേജും ഉണ്ട്. ഇവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ വീട്ടിലെ കണ്ടന്റുകൾ, അതുപോലെ തന്നെ അവർ പോകുന്ന സ്ഥലങ്ങൾ എല്ലാം അവർ കാണിച്ച് അത്യാവശ്യം റീച്ച് തന്നെ ഉണ്ട്. എല്ലാത്തിനും ഏകദേശം 1 മില്യണോളം വ്യൂസ് തന്നെ ഉണ്ട്. അത് മാത്രമല്ല നല്ല രീതിയിൽ വലിയൊരു അളവിൽ സബ്സ്ക്രൈബേഴ്സും ഇവർക്ക് ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ സാധുക്കളെ കാണിച്ചിട്ട് ഇവർക്ക് ഒരു റീച്ച് നേടേണ്ടതോ അല്ലെങ്കിൽ പുതിയൊരു ബ്ലണ്ടർ സൃഷ്ടിക്കേണ്ടതൊന്നും ആവശ്യം ഈ പറയുന്ന ദിയ കൃഷ്ണയ്ക്കോ കുടുംബത്തിനോ ഇല്ല. ഇത്രയും വലിയ തിരിമറികളൊക്കെ നടന്നതിന് ശേഷം ഇവരെ വിളിച്ച് ഒത്തുതീർപ്പിൽ സംസാരമൊക്കെ ഉണ്ടാവുകയാണ്. ഇവരുടെ ഈ 3 സ്ത്രീകളുടെയും ഹസ്ബൻഡ്, അതല്ലാത്ത 2 പെൺകുട്ടികളാണ് വിവാഹം കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡുമാരും അതുപോലെ ഈ 3 സ്ത്രീകളും കൂടി ഇവരുടെ വീട്ടിൽ വന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. ഇവർ 6 പേര്, അതായത് അഹാന, അതുപോലെ തന്നെ ദിയ, അതുപോലെ അവരുടെ വീട്ടിലെല്ലാവരും അച്ഛനും അമ്മയും എല്ലാവരും മക്കളും എല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഈ ഇതിനെക്കുറിച്ച് അങ്ങോട്ടും കൂടി ചർച്ച ചെയ്യുകയും അഹാന ഇവരെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഒരു ഒത്തുതീർപ്പും കോംപ്രമൈസിനൊക്കെ സംസാരിച്ചതിന് ശേഷം 8,20,000 രൂപ ഇവരെ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കുവാണ് അവിടെ. അതിനകത്ത് ഇവർ വളരെ പാവങ്ങളെ പോലെ അല്ലെങ്കിൽ ഈ ജീവനക്കാർ തെറ്റ് സമ്മതിച്ച് കുറ്റം സമ്മതിച്ച് ഒക്കെ ആയിട്ടുള്ള വളരെ സാധുക്കളെ പോലെ അവർ നിൽക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. അതിനുശേഷം ദിയ കൃഷ്ണയുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാർ നേരെ പോലീസ് കംപ്ലൈന്റ് ആയിട്ട് മൂവ് ചെയ്യാണ്. 69 ലക്ഷം രൂപയോളം തട്ടിച്ചു ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണകുമാറാണ് ആദ്യം പരാതി കൊടുക്കുന്നത്. ഓഫ്ലൈനായിട്ട് ഇനി എത്ര രൂപ പറ്റിച്ചു എന്ന് ഇവർക്ക് അറിയാൻ പോലും പാടില്ല. ഓൺലൈനായിട്ട് പറ്റിച്ച കഥകളാണ് ഇവർ പറയുന്നത്. അതുമാത്രമല്ല ഈ പെൺകുട്ടി, നമ്മളൊക്കെ വിചാരിക്കും 69 ലക്ഷം രൂപ എങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ 3 പേർക്ക് എങ്ങനെ 69 ലക്ഷം രൂപ മാസങ്ങളായിട്ട് പറ്റിക്കാൻ പറ്റും, ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല, അപ്പോൾ ഇവർക്ക് തീരെ അറിവില്ലേ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന OBOCയുടെ QR കോഡ് ഉപയോഗിക്കേണ്ട, അതായത് ദിയ കൃഷ്ണ കൊടുത്തിട്ടുള്ള QR കോഡ് കേടാണെന്ന് പറഞ്ഞിട്ട് അതെടുത്ത് മാറ്റി വെക്കും കസ്റ്റമർ വരുമ്പോൾ. അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നല്ല വലിയ വലിയ പർച്ചേസുകൾ, അതായത് ചെറിയ ചെറിയ തുകകളല്ല വലിയ വലിയ തുകകളെല്ലാം ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള QR കോഡ് ഉപയോഗിച്ച് സ്കാൻ ചെയ്യിച്ച് പൈസ വാങ്ങിക്കും. അതിനുശേഷം ഓൺ ദ സ്പോട്ട് തന്നെ ഈ 3 പെൺകുട്ടികളും ഒരേപോലെ തുല്യമായിട്ട് വീതം വെച്ച് ആ പൈസ അപ്പം തന്നെ എടുക്കുകയും ചെയ്യും. ഈ 3 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി 1 വർഷമായിട്ട് നിന്നതും പിന്നീട് ഈ കൂടുതൽ സെയിൽസ് ഇവിടെ നടക്കാൻ തുടങ്ങിയപ്പോൾ വേറെ 2 പെൺകുട്ടികളെ കൊണ്ട് അതേ സെയിം നാട്ടിൽ അതേ ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള 2 പെൺകുട്ടികളെ കൊണ്ട് ഇവർ 3 പെൺകുട്ടികളാണ് ഇപ്പം ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ദിയ കൃഷ്ണയ്ക്ക് ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ അവിടെ വരുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഓൺലൈൻ കച്ചവടങ്ങളുടെ എല്ലാം പൈസകൾ ഈ QR കോഡ് വെച്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ദിയയ്ക്ക് ഇതിനെക്കുറിച്ച് വലിയ സംശയമൊന്നും തോന്നിയില്ല. മാത്രമല്ല ഇടയ്ക്ക് ദിയ ഇവരുമായിട്ട് വളരെ ക്ലോസ് ആണ്, എല്ലാ കാര്യങ്ങളും ഇവർ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല ഈ CCTV വെച്ചേണ കൊണ്ട് തന്നെ ഇവർ വലിയ കള്ളത്തരം ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ധാരണയും ദിയയ്ക്ക് വന്നു. പക്ഷെ ഇവർ നോക്കുന്നില്ല എന്നുള്ള കാര്യം ദിയ തന്നെ ഇവരെ വിളിച്ച് തന്നെ പറയുവാണ്, ഞാനിതൊന്നും നോക്കുന്നില്ല, നിങ്ങൾ കാര്യമായിട്ട് കടയെല്ലാം നോക്കണം എന്നുള്ള കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു അലേർട്ട് കിട്ടിയത് എന്താണ്, ഈ പറയുന്ന ഓണർ ഇതൊട്ട് ശ്രദ്ധിക്കുന്നില്ല, നമുക്ക് ധൈര്യമായിട്ട് കള്ളത്തരം ചെയ്യാം എന്നൊരു അലേർട്ടാണ് അവർക്ക് സത്യം പറഞ്ഞാൽ കിട്ടിയത്. മാത്രമല്ല കടയ്ക്കുള്ളിൽ വെച്ചല്ല ഇവർ പേയ്മെന്റ് വാങ്ങിക്കുന്നത്. ഇവർ നേരെ കടയുടെ ആ CCTVയുടെ പുറത്ത് വെച്ചിട്ട് ഇവരുടെ അതായത് ഇവരുടെ ഫോണിലോട്ട് ഇവരുടെ GPayയിലോട്ട് ഇവർ ക്യാഷ് മേടിക്കുവാണ്. ഇതെല്ലാം കയ്യോടെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇനി രക്ഷയില്ല എന്ന് തോന്നിയപ്പോഴാണ് ഇവർ അവിടെ ചെന്നിട്ട് കയ്യിലുള്ള പൈസ, അതായത് ഏകദേശം 8 ലക്ഷം രൂപയോളം തിരിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞ് ഇവരാണ് കോംപ്രമൈസിന് ശ്രമിച്ചതെന്നാണ് ദിയ കൃഷ്ണ പറയുന്നത്. ഇതിൽ കൃഷ്ണകുമാർ ലാസ്റ്റ് ഒരു പത്രസമ്മേളനം കൊടുത്തതിൽ പറയുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഏതൊരു കുട്ടിയുടെ അക്കൗണ്ട് ട്രാൻസാക്ഷനിൽ 32 ലക്ഷം രൂപയോളം വന്നു പോയതായിട്ടുണ്ട്. എന്തായാലും ഈ ഇത്രയും വലിയ തുക വന്നു പോകാൻ ഇവർക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ പാക്കിംഗ് ജോലിക്കായിട്ട് വരത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇവർ കട്ടെടുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഇവർ വേറൊരു ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, ഇവരുടേതായിട്ടൊരു ഭാഗം. ഇത്രയും നാളും ഇത്രയും ദിവസങ്ങളും ഇങ്ങനെ ചോദ്യം ചെയ്യലും കാര്യങ്ങളെല്ലാം ചെയ്തപ്പോഴെല്ലാം കൈകൂപ്പി നിന്നവരെ, അല്ലെങ്കിൽ ഈ കേസ് വരെ കൊടുക്കരുത്, കേസ് കൊടുക്കലേ ഞങ്ങളുടെ നാണം കിടും മാനം കിടും എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പി നിന്നൊരു നേരെ പത്രക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്നല്ല 3 പെൺകുട്ടികൾ ആ കണ്ണട വെച്ച പെൺകുട്ടി അങ്ങനെ ഒന്നല്ല സംസാരിക്കുന്നത്. ഈ ടാക്സ് വെട്ടിപ്പിന് വേണ്ടിയിട്ടാണ് ഇവരെ ഉപയോഗിച്ചതാണെന്നാണ് പറയുന്നത്. ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഇവരുടെ പേരിലോട്ട് പൈസ മേടിക്കുകയും ഈ പറയുന്ന ദിയ കൃഷ്ണ, ഇതിൻ്റെ ഓണറായിട്ടുള്ള ദിയ കൃഷ്ണ ഡയറക്റ്റായിട്ട് ഇവരുടെ കയ്യിൽ പൈസ മേടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദിയ കൃഷ്ണ എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ അങ്ങനെ ചെയ്യുമെന്ന്. കാരണം ഒരു സ്ഥാപനത്തിൽ നിൽക്കുന്ന സ്റ്റാഫിൻ്റെ പേരിലോട്ട് പൈസ അയപ്പിച്ച് കൊടുക്കുകയും പിന്നെ അവിടെ നിന്ന് മേടിക്കും, അങ്ങനെയൊന്നും ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. കാരണം തൊഴിലാളികളൊന്നും സ്ഥിരമല്ലല്ലോ. ഈ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ചെറുതായിട്ട് ജോലിയൊക്കെ നിൽക്കുന്ന ആൾക്കാർ സ്ഥിരമൊന്നുമല്ല. അപ്പോൾ ഒരിക്കലും അവരുടെ ആ ഐഡിയ ഒന്നും കൊടുക്കാൻ ചാൻസ് ഒന്നും
ഒന്നുമില്ല. ഇവര് ഒരു ബ്ലണ്ടർ ആയിട്ടുള്ള കഥ ഉണ്ടാക്കുന്നത് മാത്രമല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദിയാകൃഷ്ണയാണ് ഇത് ഷെയർ ചെയ്ത് കൊടുത്തെങ്കിൽ ഓക്കെ, എന്നാൽ ഈ ഒരു അക്കൗണ്ടിലോട്ട് അയച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇവർ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ദിയാകൃഷ്ണ ഏൽപ്പിച്ചു കൊടുക്കുമോ? അത്രയ്ക്കും വിശ്വാസമൊന്നും ദിയാകൃഷ്ണയ്ക്ക് ഇവരിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ വർത്താനം കേട്ടിട്ട് ഇവർക്ക് ഇതിനകത്ത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നാൽ 3 പേര് സംസാരിക്കുന്നില്ല, അതിനകത്ത് ഒരാൾ മാത്രമാണ് കറക്റ്റായിട്ട് സംസാരിക്കുന്നത്. വക്കീലോ അല്ലെങ്കിൽ ഇവരെ ആരോ സഹായിക്കുന്നുണ്ട്, അവരോ പറഞ്ഞു പഠിപ്പിച്ച ഏതോ ഒരു കഥയാണ് ഇവർ ഈ പറയുന്നത്. മാത്രമല്ല ഇങ്ങനെ ഒരു തട്ടിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ വേറൊരു കഥയും കൂടി ഈ പെൺകുട്ടികൾ പറഞ്ഞു വന്നേക്കുവാണ്, ജാതി അധിക്ഷേപം നടത്തിയെന്നും എല്ലാം പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ദിയാകൃഷ്ണയ്ക്ക് ഈ 3 പേര് ഒരേ ജാതി ആൾക്കാരാണ്. അപ്പൊ എന്തിനാണ് അങ്ങനെ അവരുടെ സ്ഥാപനത്തിൽ, അതുമാത്രമല്ല അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളിലും അവരുടെ പല ചടങ്ങുകളിലും എല്ലാം ഈ പെൺകുട്ടികൾ പങ്കെടുക്കുന്ന ഫോട്ടോയും ദിയാകൃഷ്ണൻ ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ജാതി അധിക്ഷേപം ഉള്ളവരാണ്, അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നതാണ് അല്ലെങ്കിൽ മേലെയാണ് എന്നൊക്കെ ദിയാകൃഷ്ണയുടെ മനസ്സിലോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലോ ഉണ്ടെങ്കിൽ നിങ്ങളെ എന്തിനാണ് ആ സ്ഥാപനത്തിൽ ഈ 3 പേരെയും അവരെ ഒരു ജീവനക്കാരായിട്ട് വെച്ചിട്ടുള്ളത്? മാത്രമല്ല അവരുടെ പേഴ്സണൽ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ എന്തിനാണ് പങ്കെടുപ്പിക്കേണ്ട ആവശ്യം അവർക്ക്? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രമല്ല അവരൊപ്പം ഇരുന്ന് ആഹാരം വരെ കഴിച്ച കഥകൾ അവർ പറയുന്നുണ്ട്. എന്നിട്ടും ഇവർ ഈ ഒരു കേസിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് മാത്രമല്ല കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയ സ്വാധീനം ഇതിനകത്ത് കൂടുതൽ ബലം പെടും, ദിയാകൃഷ്ണയുടെ കേസാണ് കൂടുതൽ മുൻതൂക്കം ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാരെയും കൂടി അധിക്ഷേപിച്ച് ഇവരെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് പാർട്ടിക്കാർ തമ്മിൽ ശത്രുത ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ അടിച്ചിറക്കിയ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ പാർട്ടിക്കാർ തമ്മിൽ ശത്രുത ഉണ്ടായിക്കോളൂല്ലോ. സത്യം പറഞ്ഞത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ അല്ലെങ്കിൽ ആ പാർട്ടിക്കാരോ ഒന്നും തമ്മിലുള്ള പ്രശ്നങ്ങളല്ല, ഇവർ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ്. ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് നിന്നു, അവിടെ നിന്ന് വൻ തുകയ്ക്ക് തട്ടിപ്പ് നടത്തി അവർ കണ്ടെത്തി, അതിനെ തുടർന്നുണ്ടായ തർക്കമാണ് സത്യമാണ് ഇവിടെ ഉണ്ടായത്. ഇനി ആ തർക്കത്തിൽ ഇവരെ ഭാഗത്താണ് തെറ്റ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പൈസ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിലെല്ലാം തെറ്റുകാരാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇവരൊരു കഥ അടിച്ചുണ്ടാക്കിയതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ ദിയാകൃഷ്ണ ടാക്സ് വെട്ടിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെങ്കിൽ അവർ നിയമ നടപടി നേരിടട്ടെ. ഇവർ ഈ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോയെന്നും പൂട്ടിയിട്ടെന്നും ഭീഷണിപ്പെടുത്തിയെന്നും തല്ലിയെന്നും ഉപദ്രവിച്ചു എന്നൊക്കെ ഇവർ പറയുമ്പോൾ ഇതേ സമയം തന്നെ ഈ സിന്ധു കൃഷ്ണകുമാർ എന്ന് പറയുന്നിട്ടുള്ള ഹാനയുടെ ഒക്കെ അമ്മയായിട്ടുള്ള അവരുടെ യൂട്യൂബ് ചാനലിൽ കറക്റ്റായിട്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്നും ഇവർ ഈ കുറ്റം സമ്മതിക്കുന്നതിൻ്റെ എല്ലാം വീഡിയോ അവിടെ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവരെ യാതൊരു രീതിയിലും മാനസിക പീഡനങ്ങൾ അവർ ചെയ്യുന്നില്ല. ആഹാരം വെള്ളം എല്ലാം മേടിച്ചു കൊടുത്തിട്ടാണ് ഈ 69 ലക്ഷം രൂപ തട്ടി എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന ഇവർക്കെതിരെ അവർ ചോദ്യം ചെയ്യുന്നത്. അവിടെ ചോദ്യം ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്? തട്ടിക്കൊണ്ടുപോയി. ഇനി ഇവർക്ക് കേസായിട്ടൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. അത് അവർക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. അതുകൊണ്ട് ഈ പൈസ തിരിച്ചു തന്ന അവിടെ പ്രശ്നം കോംപ്രമൈസ് ആക്കാം എന്നുള്ള നിലയിലാണ് ദിയാകൃഷ്ണയുടെ കുടുംബം സംസാരിക്കുന്നത്. സ്വാഭാവികമല്ലേ അത്? ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ സാധാരണ ഒരു ചർച്ചയാണ് അവിടെ നടന്നത്, അല്ലാണ്ട് ആരും തട്ടിക്കൊണ്ടുപോയതല്ല, ഒന്നുമല്ല. സാധാരണ ഒരു ചർച്ച. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു പോകുമ്പോൾ അവർക്ക് നിയമപരമായിട്ട് നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. ഇതൊരു കോംപ്രമൈസ് ആയിട്ട് തന്നെ തീർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ അതിന് മുന്നോട്ട് നീങ്ങിയത്. എന്നാൽ നിയമ നടപടിയായിട്ട് പോവുകയാണെങ്കിൽ തന്നെ ദിയയ്ക്ക് തന്നെയാണ് ന്യായം, ദിയയുടെ ഭാഗത്താണ് ന്യായം. പക്ഷെ ഇവർ ആ സമയത്ത് ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഇപ്പൊ ടാക്സിന്റെ പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇവർ ആ സമയത്ത് പറയണം. ഒരു വാക്കുകൊണ്ടെങ്കിലും 2 ഇതാണ്. ഒന്ന്, ദിയാകൃഷ്ണയുടെ വീട്ടുകാർ പുറത്തുവിട്ട ഒരു വീഡിയോ, അതുപോലെ തന്നെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ഈ പറയുന്ന 3 പെൺകുട്ടികളും ഒരു പുറത്തോട്ട് ലീക്കാക്കിയ ഒരു വീഡിയോയാണ് പുറത്ത് കിടക്കുന്നത്. അതിനകത്ത് 2 വീഡിയോ നമ്മൾ കണ്ടു നോക്കിയാൽ ഇവരുടെ ഭാഗത്താണ് തെറ്റ്. ഇവരതിനകത്ത് ഒരു പ്രാവശ്യം പോലും പറയുന്നില്ല ടാക്സ് വെട്ടിക്കുന്നതിൻ്റെ കാര്യം, അല്ലെങ്കിൽ നിങ്ങളല്ലേ പറഞ്ഞ് ഞങ്ങളുടെ ഫോണിലോട്ട് പൈസ മേടിച്ചിട്ട് ഞങ്ങൾക്ക് ബൈ ക്യാഷ് ആയിട്ട് മതി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നമുക്ക് അതിനകത്ത് കാണാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയാവുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് വിശ്വസിക്കുക? ഇവരുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ് വിശ്വസിക്കുക? എന്നാൽ നേരെ തിരിച്ച് അവരുടെ ഭാഗത്ത് ഇഷ്ടംപോലെ ന്യായമുണ്ട്, ഇഷ്ടംപോലെ തെളിവുകളും ഉണ്ട്. അത് കറക്റ്റായിട്ട് വീഡിയോ തെളിവുകളും ഉണ്ട്, ഓഡിയോ തെളിവുകളും ഉണ്ട്. മാത്രമല്ല ദിയാകൃഷ്ണ അങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കേൾക്കാം അതിനകത്ത്. പിന്നെ ഒരു പൈസ നഷ്ടപ്പെട്ടു പോയത് ഇപ്പോൾ 1 രൂപ ആയിക്കോട്ടെ, 60,000 രൂപ ആയിക്കോട്ടെ, 60 ലക്ഷം രൂപ ആയിക്കോട്ടെ, നഷ്ടപ്പെട്ട ഒരാൾ അങ്ങനെ തന്നെയല്ലേ പറയാ? അവരുടെ സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റാണ്, അങ്ങനെ തന്നെ ഒരാൾ പെരുമാറുക. പിന്നെ എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല പക്വതയായിട്ടാണ് ഇവർ സംസാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നവരുടെ ഇത്രയും മാന്യമായിട്ട് ഒരാൾ പെരുമാറുമെന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് നമ്മളെ പറ്റിച്ചു, നമ്മളെ ചതിച്ചു, നമ്മളെ കൂടെ നിന്നിട്ട് ഇതുപോലെ നമുക്ക് പണി തന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ മാന്യമായിട്ടൊക്കെ കോംപ്രമൈസ് ചെയ്ത് തീർക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇവർ ആ പൈസ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി കളിച്ച കളി പക്ഷെ ഇവർക്ക് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടാവാനാണ് ചാൻസ് ഭാവിയിൽ. കാരണം കേസുകളാണെങ്കിലും സത്യം തെളിയുമ്പോൾ ഉറപ്പായിട്ടും
ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഇവർക്ക് മാറ്റി പറയേണ്ടതായിട്ട് വരും. ഇവരെന്ത് പറഞ്ഞാലും ഇവർക്ക് യാതൊരു തെളിവുമില്ല. ഇവരെന്തൊക്കെയോ ആയി തോന്നി ആരോ പറഞ്ഞു കൊടുത്ത പോലെ പറയുകയാണ്. ടാക്സിന്റെ കാര്യമായിക്കോട്ടെ, ജാതി അധിക്ഷേപം ആയിക്കോട്ടെ, ഇവരെങ്ങോട്ടൊക്കെയോ റൂട്ട് മാറ്റി പോവുകയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ്, ഇതൊക്കെ തന്നെയാണോ നിങ്ങൾക്ക് തോന്നിയതെന്ന് പറയണം കേട്ടോ കമന്റിൽ. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇത്. ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കാം, എനിക്ക് തോന്നിയതായിരിക്കാം. ഇനി നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നൊക്കെ ഒന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോയിൽ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ വീഡിയോയെക്കുറിച്ച്? അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, അവരുടെ ഭാഗത്ത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ തെറ്റാണ്, പൂർണ്ണ തെറ്റുണ്ട്, അല്ലെങ്കിൽ അതിന് നല്ല വ്യക്തമായിട്ട് തെളിവുകളുണ്ട് എന്ന് അറിഞ്ഞാൽ പോലും അവരുടെ നാവിൻ്റെ ബലം കൊണ്ട് പിടിച്ചു നിൽക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടും നമുക്ക് ചുറ്റും ഉണ്ടാവും. എല്ലാവരും വിചാരിക്കും അയ്യോ എനിക്ക് മാത്രം എന്താണ്, എൻ്റെ ഭാഗത്താണല്ലോ ശരി, എന്നിട്ടും എനിക്ക് അതിനെ പ്രതികൂലിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് നിന്ന് പോകുന്ന ചില ആൾക്കാരുണ്ട്. അതിനകത്ത് എനിക്കതിനകത്ത് പ്രൗഡോ എനിക്ക് എന്തോ ഒരു റെസ്പെക്റ്റോ ഒക്കെ തോന്നി ഈ ദിയ കൃഷ്ണ എന്ന് പറഞ്ഞ സ്ത്രീയുടെ അടുത്ത്. അവരുടെ അടുത്ത് എനിക്ക് റെസ്പെക്റ്റ് തോന്നിപ്പോയി. കാരണം അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര 69 ലക്ഷം രൂപ വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നു. അത് മാത്രമല്ല ഇനി എത്ര രൂപ ബൈ ഹാൻഡ്, എത്ര രൂപയുടെ തട്ടിപ്പ് ഇവർക്ക് നടന്നു പോയി എന്ന് ഇവർക്ക് അറിയാൻ പോലും പാടില്ല. പിന്നെ മാത്രമല്ല ഹെൽത്ത് പരമായിട്ട് ആ ഒരു ദിയ കൃഷ്ണ എന്ന് പറഞ്ഞ സ്ത്രീ ഗർഭിണിയായിട്ടിരിക്കുന്നു. അത് 8 മാസം കഴിഞ്ഞു, അവർക്ക് 9ാം മാസത്തിലോട്ട് കടന്നിട്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്. എന്നിരുന്നാൽ പോലും ഈ മീഡിയക്കാരെയാണെങ്കിലും ഇത്രയും കണ്ട ജനങ്ങളെയും പോലീസിനെയും എല്ലാം അവർ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തു. കാരണം അവരുടെ ഭാഗത്തൊരു സത്യമുണ്ട്. അതാണ് പറയുന്നത്, സത്യം എന്ന് പറയുന്ന സാധനം നമുക്ക് മൂട്ടി വെക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. ഇതിനകത്ത് എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കര റെസ്പെക്റ്റും അവരോട് ഒരു സ്നേഹവും തോന്നി കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു ഫാമിലിയോട് വലിയൊരു ഇൻറ്റിമസി ഒന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ വീഡിയോടൊന്നും വലിയൊരു ഇൻറ്റിമസിയോ കാര്യങ്ങളോ അവരുടെ രാഷ്ട്രീയത്തോടോ ഒന്നിനോട് എനിക്ക് യോജിപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു കാര്യത്തിൽ ഞാൻ ദിയ കൃഷ്ണയുടെ ഒപ്പം തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരെ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി എല്ലാം തകർക്കാൻ ശ്രമിക്കുന്ന ഒരു 3 പേരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം എന്ത് തന്നെയാണെങ്കിലും ഇത്തിരി ഇങ്ങനെ സുതാര്യത ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ഇത്രയും നാളും എന്തായാലും 1 വർഷത്തോളം ഏകദേശം ആ സ്ഥാപനത്തിന്റെ അരിയും കൊണ്ടാണല്ലോ ഇവർ കഞ്ഞി വെച്ച് കുടിച്ചത്. പണിയെടുത്തിട്ടാണിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എന്നിട്ടും ആ സ്ഥാപനത്തിൽ ഇത്രയും നാളും ഇല്ലാത്തൊരു പറച്ചിലാണ് അവർ പറയുന്നത്. അതായത് ആ സ്ഥാപനത്തിൽ ഓണറായിട്ടുള്ള ദിയ കൃഷ്ണയ്ക്ക് ജാതി അധിക്ഷേപം കൂടുതലാണെന്നും അതുപോലെ തന്നെ അങ്ങനെ പല പല കാര്യങ്ങളും അവരെ കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഈ ഒരു സമയത്ത് അതൊക്കെ എടുത്ത് വിടുന്നത് വളരെ മോശമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേസമയം തന്നെ അവർ പറയുന്നുണ്ട് ഇങ്ങനെ പൈസ കൊടുക്കുന്നതിൽ, അതായത് അവരുടെ അക്കൗണ്ടിലോട്ട് കളക്ട് ചെയ്യുന്ന പൈസ ചെയ്യുന്നത് കാരണം ഒരു 5000 10,000 ഒക്കെ കൂടുതൽ അങ്ങനെയൊക്കെ ആരിൽ കൊടുക്കുമോ എനിക്കറിയത്തില്ല. അങ്ങനെയൊക്കെ കൊടുക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ അവർക്ക് ടാക്സ് അടച്ചാൽ പോരെ. എനിക്ക് തോന്നുന്നില്ല ടാക്സ് പോലും അതിലും കുറവായിട്ടുണ്ടാവുക. ഒരു 5% ടാക്സ് വരുന്നുള്ളൂ, അത് ഇതിലും കുറവായിരിക്കും. അപ്പോൾ ഇത്രയും വലിയ തട്ടിപ്പിന് അവർ ഈ ഓണർ തന്നെ കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് സംശയമാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ പറയാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരെ.